വരുൺ, പിടിക്കണവരെ. ഏതെങ്കിലും ഒരുത്തൻ എന്റെ അടുത്തേക്ക് വന്ന വിവരം അറിയും. ഞാൻ എന്തിനാ ഈ വാക്കത്തെ എടുത്തെന്നറിയോ? നിന്റെ ഒന്നും നെഞ്ചത്ത് വെട്ടാനല്ല. ദേ ഇവളെ ഞാൻ പൊന്നുപോലെ കാത്തു വളർത്തിയതാ. ഇവളെ ഇവളെ വെട്ടി വെട്ടി കൊല്ലാനാ. ഇവളെന്തിനാടാ ജീവിക്കുന്നേ? ഇവളുടെ വയറ്റിലൊരു കൊച്ചുണ്ട്. അതിന് കാരണക്കാരനായവൻ നിന്നോട് പറഞ്ഞു അത് അവന്റേതല്ലെന്ന്. നീ നിന്റെ ഭാര്യ അതങ്ങ് വിശ്വസിച്ചു. എങ്കി പറയടാ, നിന്റെ മോള് പിഴച്ചവളാണെന്ന് പറ. ഈ നിൽക്കുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇവള് പിഴച്ചതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ സുകുമാരിയോട് ഇപ്പൊ പറയണം. അങ്ങനെ വഴി നടന്ന് പിഴച്ച ഒരുക്കിയെ വെച്ചേക്കില്ല ഞാൻ. അങ്ങോട്ട് മാറ അടുത്തുനിന്ന്. ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചോ. പ്രിയങ്ക മോൾ ഈ കണിമംഗലത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് വരുണിന്റേതല്ലെന്ന് നിങ്ങൾ എല്ലാവരും കൂടി തെളിയിക്കണം. അതിനു മുമ്പ് പിടിച്ചിറക്കാനോ തള്ളിക്കളയാനോ ശ്രമിച്ചാൽ കൊല നടക്കും. ഇവിടെ കൂട്ടക്കൊല. മനസ്സിലായോ എല്ലാവർക്കും? കേട്ടു പാടി വാ മോളെ, വാടി. മാറേങ്ങോട്ട് വാ. എന്തവസ്ഥ! രാധിക മോളെ അങ്ങോട്ട് പറഞ്ഞയച്ച നിമിഷം മുതൽ പേടി മാത്രമായിരുന്നു. വരുണും അവളും തമ്മിൽ നല്ലൊരു ജീവിതം ആരംഭിച്ചപ്പോ കാലങ്ങൾക്കിപ്പുറം ഒരു സന്തോഷ വെളിച്ചം മനസ്സിലേക്ക് വന്നു. കെടാനുള്ളതാണെന്നറിയാതെ വെറുതെ ചിരിച്ച ആ വെളിച്ചത്തിൽ നിന്നു. ഇപ്പൊ അത് കെട്ടു, അത്ര തന്നെ. ദേവേട്ടാ, അരുതാത്തതാണ് ചോദിക്കുന്നതെന്ന് അറിയാം. എന്നാലും അമ്മ പറയുന്ന പോലെ ഇനി പ്രിയങ്കയുടെ വയറ്റിലുള്ള കുഞ്ഞ് വരുണിന്റെ... വരുൺ നമ്മളോട് നുണ പറയില്ല. അവര് തമ്മിൽ സന്തോഷമുള്ള ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അത് അവിടെ ഉള്ളവർക്കും അറിയാം, നമുക്കും അറിയാം. കല്ലെറിയുന്നവര് കല്ലെറിഞ്ഞോട്ടെ. ഉപദ്രവിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ അവർക്ക് എങ്ങനെ മനസ്സിലാവാനാ? നീ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കു കൽപ്പന. അതെ, പ്രിയങ്ക മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞില്ലേ, ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് മോക്ക് ശരിക്കും അറിയോ? പറ കൊച്ചേ, ആരാ നിന്നെ ഇതൊക്കെ ചെയ്തത്? ആരുടെ കൊച്ചാ നിന്റെ വയറ്റിൽ കിടക്കുന്നേ? ഇത് വരുണിന്റെ കുഞ്ഞല്ല എന്നുള്ളത് എല്ലാരെയും പോലെ നമുക്കും അറിയും. പക്ഷേ ആരുടേതാണെന്ന് പറയേണ്ടത് പ്രിയങ്കയല്ലേ? ചേച്ചിയോട് പറ. എന്താ പറയേണ്ടത്?
അല്ല മുത്തശ്ശി, മിണ്ടിപ്പോവരുത് രണ്ടെണ്ണോ. എന്ത് കാര്യത്തിനും എന്റെ കൂടെ ഉണ്ടാവൂന്ന് പറഞ്ഞിട്ട് കണിമംഗലത്തുകാർക്ക് വേണ്ടി ചാരപ്പണിക്ക് ഇറങ്ങിയിരിക്കാണോ? അയ്യോ മുത്തശ്ശി, മുത്തശ്ശി ഞങ്ങള് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഞങ്ങളെ ആരും പറഞ്ഞു വിട്ടതുമല്ല. സംഗതി ഇത് വരുണിന്റെ കുഞ്ഞല്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ പറയുന്നത് പോലെ ഇത് വരുണ്ട കുഞ്ഞ് തന്നെന്നാ ഞങ്ങളും പറയുന്നത്. അക്കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. എനിക്കങ്ങനെ ആരെയും പേടിയില്ല. ഇനി മുതൽ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് എന്റെയോ എന്റെ കൊച്ചിന്റെയോ മുമ്പിലേക്ക് ഒരെണ്ണം വരാൻ പാടില്ല. മനസ്സിലായോ? പക്ഷേ അങ്ങനെ പിണങ്ങാതെ മുത്തശ്ശി. ഇതിപ്പോ വരുണിന്റെ കുഞ്ഞായിരിക്കണമെന്ന് ഞങ്ങൾക്ക് എന്താ നിർബന്ധം? ആരുടേതെങ്കിലും ആയിക്കോട്ടെ, ഇത് വരുണിന്റെ കുട്ടിയാ, കണിമംഗലത്തിന്റെ അവകാശിയാ. തീർന്നല്ലോ പ്രശ്നം. ഓ, ദേവനാരായണൻ തിരുമേനിയും ഭാര്യയും വന്നപ്പോ സുകുമാരിയമ്മ നടത്തിയൊരു പ്രകടനം ഉണ്ടല്ലോ. ഈ ലോകത്ത് സുകുമാരിയമ്മയെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും അതിന് കഴിയില്ല. ഓ, ഞാൻ ഞെട്ടിപ്പോയി. അല്ലേ ചെറിയമ്മ? ചോദിക്കാനുണ്ടോ? എല്ലാവരും നടുങ്ങി വിറച്ചു നിൽക്കുമായിരുന്നില്ലേ? സുകുമാരിയമ്മ കഴിഞ്ഞ ജന്മത്തില് ഏതോ രാജ്യത്തെ റാണിയായിരുന്നു എനിക്ക് തോന്നുന്നത്. ആ ഒരു എടുപ്പും നടപ്പും പറച്ചിലും. അയ്യോ,